വർഷങ്ങളായി വന്യജീവികളെ കൊല്ലുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ തർക്കം. മനുഷ്യന് ഭീഷണിയാകുന്ന മൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാന വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ആവർത്തിച്ചു. എന്നാൽ കൊല്ലുന്നതിൽ തീരുമാനം കേന്ദ്രത്തിന്റേതാണെന്നായിരുന്നു വനമന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ നൽകുന്ന 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കേന്ദ്രവിഹിതമാണെന്നും മന്ത്രി അവകാശപ്പെട്ടു. വന്യജീവി നിയമത്തിൽ ഭേദഗതിയില്ലാതെ തന്നെ മനുഷ്യജീവന് ഭീഷണിയാവുന്ന മൃഗങ്ങളെ വെടിവെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. കാട്ടുപന്നികളെയും കുരങ്ങുകളെയും ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനും ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് സാധിക്കും. വന്യജീവികളുടെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ കള്ളിംഗ് ആലോചിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. It is upon the carrying capacity of the particular area, and we are ready. If it is more than the capacity area, we are doing that. എന്നാൽ സംസ്ഥാന വൈൽഡ് ലൈഫ് വാർഡന്റെ അധികാരം പരിമിതമാണെന്നും കൊല്ലാനുള്ള തീരുമാനത്തിന് കേന്ദ്രത്തിൽ നിന്നും അനുമതി വേണമെന്നും സംസ്ഥാന വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. ഒരു നിയമത്തിൽ ആ നിയമം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതെന്ന് സംബന്ധിച്ച ഉപദേശങ്ങളുണ്ടാവും, ചട്ടങ്ങളുണ്ടാവും, നടപടിക്രമങ്ങളുണ്ടാവും. ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ 10 ലക്ഷം രൂപ സഹായധനം നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് വിഹിതം കൂട്ടിച്ചേർക്കാമെന്നും കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് വ്യക്തമാക്കി. Already announced the compensation from 5 lakh to 10 lakh. Whatever state government raise the APO to us, we are giving to them. Additional top up by the state government. You talk with the Kerala government. നഷ്ടപരിഹാരം കേന്ദ്രവിഹിതം ഉൾപ്പെടെ 20 ലക്ഷം രൂപ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് നൽകണമെന്ന് MLA T സിദ്ദിഖ് ആവശ്യപ്പെട്ടു. ഇവിടെ വിക്ടിംസ് ആയ ആളുകൾക്ക് ഈ 20 ലക്ഷത്തിന്റെ അർഹതയുണ്ട്. ആ 20 ലക്ഷം കൊടുക്കാൻ ആവശ്യമായ അടിയന്തര നടപടി മുൻകാല പ്രാബല്യത്തോടുകൂടി ചെയ്യാനുള്ള നടപടി ഉണ്ടാകണം. വന്യജീവി നിയമത്തിലെ ഭേദഗതികൾ ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ സമർപ്പിച്ചുവെങ്കിലും അദ്ദേഹം പരിഗണിച്ചില്ലെന്നും T സിദ്ദിഖ് കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ, വയനാട്.